കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാത്തിരിപ്പിന് ഇന്ന് വിരാമമായേക്കും. വൈകിട്ട് 7 മണിക്ക് മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ദേശീയ നേതൃത്വം പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. ഡൽഹിയിലെത്തിയ മുൻ KPCC അധ്യക്ഷന്മാർ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡുമായി ഉടൻ ചർച്ച നടത്തും. ഡൽഹിയിലെത്തിയ കെ മുരളീധരന്റെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെയും പ്രതികരണങ്ങൾ കാണാം. ചെല്ലട്ടെ, അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയട്ടെ. ഇന്നാ നാളെയായിട്ടുണ്ടാവും ഈ കാര്യങ്ങളൊക്കെ തന്നെ. ഇല്ല, അവരൊക്കെ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയാണ് എൻ്റെ അറിവ്. ചർച്ച നീണ്ടോട്ടെ, റിസൾട്ടല്ലേ പ്രശ്നം, തീരുമാനമല്ലേ കറക്റ്റ് ആവേണ്ടത്. നമ്മൾ തീരുമാനമെടുത്തതിന് ശേഷം ചർച്ച ചെയ്യുന്നതിൽ കഥയില്ല. തീരുമാനം ഇതിനേക്കാൾ വൈകിയ കാലഘട്ടങ്ങളുണ്ട്. ഞാൻ പക്ഷേ ഇതിനെ ന്യായീകരിക്കാനുള്ളൊരു രൂപമായി പറയുന്നേ ഇല്ല. അങ്ങനെ വരും. നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് ഹൈക്കമാൻഡിനോട് വിശദീകരിക്കാൻ വേണ്ടിയാണ്. അത് ഹൈക്കമാൻഡിനോടല്ലേ പറയാവൂ, അവിടെ പറയും. നമ്മൾ ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കുന്നതിന് പതിനിടം അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ശരിയല്ലല്ലോ. ഞാനതുകൊണ്ട് തൃപ്തികരമായ രൂപത്തിൽ മുന്നോട്ട് പോകണം, ലീഡർഷിപ്പിൽ വിശ്വസിക്കണം, ആ ലീഡർഷിപ്പ് കറക്റ്റായി തീരുമാനമെടുക്കും എന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോകണം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ലീഡർഷിപ്പിനോട് പറയണം. ഞാൻ ആ അഭിപ്രായമുള്ള ആളാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ പാർട്ടിക്കുള്ളിലും മുന്നണിയിലും അതൃപ്തി ശക്തമാകുന്നതിനാൽ ഇനി പ്രഖ്യാപനം വൈകേണ്ടെന്നാണ് ധാരണ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്തും ഡൽഹിയിൽ നിന്ന് വിനീത വിജിയും ചേരുന്നു. ആദ്യം ആർ ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഏതാണ്ട് 9 ദിവസമാകുന്നു വോട്ടെണ്ണൽ കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഈ 9ാം നാളും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിനായിട്ടില്ല. ചർച്ചകൾ തുടരുകയാണ്. ചർച്ചയോട് ചർച്ചയാണിപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത്. ഇതിനിടെ ഘടകകക്ഷികൾക്കും ഈ കാര്യത്തിൽ ഈ ചർച്ച നീളുന്നതിൽ അതൃപ്തിയുണ്ട്. ശ്രീജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ പ്രഖ്യാപനം ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ദിലീപ്, അപ്രതീക്ഷിതമായ പ്രതിബന്ധങ്ങളോ തടസ്സങ്ങളോ ഉണ്ടായില്ലെങ്കിൽ ഇന്ന് 7 മണിക്ക് ശേഷം കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ് എന്ന കാര്യം കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കാനാണ് സാധ്യത. ഇനിയും അധികം നീട്ടിക്കൊണ്ടുപോയി കാര്യങ്ങൾ വഷളാക്കേണ്ടതില്ല, എത്രയും വേഗം പ്രഖ്യാപിക്കണം എന്ന തരത്തിലുള്ള ഒരു ധാരണ കോൺഗ്രസിൻ്റെ നേതൃതലത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 90% ഇന്ന് തന്നെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. ഏറിയാൽ നാളെ ഉച്ചവരെ. അതിനു മുമ്പ് എന്തായാലും പ്രഖ്യാപിച്ചിരിക്കുമെന്ന കാര്യം ഹൈക്കമാൻഡ് വൃത്തങ്ങൾ നമ്മൾ ഇന്ന് രാവിലെ 9:30 ശേഷം സംസാരിക്കുമ്പോഴും ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നു. UDF വോട്ട് ചെയ്ത ജനങ്ങൾ, ഒപ്പം തന്നെ UDF ഘടകകക്ഷികൾ, പാർട്ടിയുടെയും മുന്നണിയുടെയും ക്ഷേമം ആഗ്രഹിക്കുന്ന അഭ്യുദയാംക്ഷികൾ, ഇവരെയെല്ലാം കടുത്ത നിരാശയിലാഴ്ത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ചർച്ച നീണ്ടുപോകുന്നത്. അങ്ങനെ ചർച്ചയോട് ചർച്ചയായി കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിന് ഏറ്റവും തിളങ്ങുന്നൊരു വിജയം സമ്മാനിച്ച ജനങ്ങളോട് കാണിക്കുന്ന നീതികേടാണെന്ന അഭിപ്രായം പാർട്ടിയിൽ കോൺഗ്രസിനകത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം തീരുമാനം വേണം. മെയ് 4 ജനവിധി വന്നു. അതിനുശേഷം ഇപ്പോൾ ദിവസങ്ങൾ ഇന്ന് മെയ് 12 ആയിരിക്കുന്നു. അപ്പോൾ ദിവസങ്ങൾ ഒരുപാട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇനി തീരുമാനം വൈകിക്കൂടാ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കൺസൾട്ടേഷൻ കൂടി കഴിഞ്ഞ ശേഷം വൈകുന്നേരത്തോടുകൂടി കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം പ്രഖ്യാപിക്കാനാണ് സാധ്യത. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈക്കമാൻഡിനെ കുഴക്കുന്ന പ്രശ്നം MLA-മാരുടെ ഭൂരിപക്ഷ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ, പാർട്ടിക്കകത്തെ ഭൂരിപക്ഷ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കണോ അതോ ഘടകകക്ഷികളുടെയും പൊതുവികാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കണോ എന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.